കാലി അടിച്ചാണ് നമ്മുടെ നവകേരള ബസ് ഇപ്പോൾ ബാംഗ്ലൂർക്ക് പോകുന്നത്. കട്ടപ്പുറത്താവുമോ എന്നുള്ളതാണ് ഹരിയന്റെ ചോദ്യം. നവകേരള ബസ് എന്നുള്ള ഭാഷ തന്നെ മാറ്റണം എന്നാണ് രാകേഷിനോട് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ അത് ഗരുഡ പ്രീമിയം എന്ന രീതിയിലാണ് നവകേരള ബസ് എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകതയ്ക്ക് വേണ്ടി മാത്രം ഒരു ബസ്സിനെ ഉപയോഗിച്ചതാണ്. മ്യൂസിയത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു നവകേരള ബസ്സിന്റെ ആവശ്യകതയും. ബാലൻ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് മ്യൂസിയത്തിൽ വെക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ ബസ് അവിടെ പോയി. ആ ബസ്സാണ് ഇപ്പോൾ 26 യാത്രക്കാരെ കൊണ്ട് പോകാനുള്ള രീതിയിൽ സജ്ജീകരിച്ച് പോകുന്നത്. 26 സീറ്റ് മാത്രമുള്ള ഒരു ബസ്, അതിന് ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ആഡംബരമായിട്ടുള്ള സർവീസുകളൊക്കെ കൊടുക്കുന്ന ഒരു ബസ് എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ട് നവകേരള യാത്ര കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഗരുഡ പ്രീമിയത്തിലേക്ക് മാറ്റിയ ബസ് ഇപ്പോൾ ബാംഗ്ലൂർക്ക് പോകുന്ന എക്സ്പെൻസ് നോക്കിയാൽ ഇതെങ്ങനെ മുതലാവുമെന്നാണ് പറയണത്. അതിന് അഭിവാദ്യം അർപ്പിച്ച ആളുകളൊന്നും ബാംഗ്ലൂർക്ക് പോകാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇതിനു വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ അവിടെയൊക്കെ ഈ 100 രൂപ അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കസറുന്ന ആൾക്കാർ ഇപ്പോൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ആവേശത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. ബാംഗ്ലൂർ എന്തെങ്കിലും കഞ്ഞി കുടിച്ച് ഈ നാട്ടിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും രക്ഷപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ബാംഗ്ലൂർക്കൊക്കെ പോകുന്നത്. അവൻ നോക്കുന്നത് റേറ്റ് കുറവും അവൻ്റെ സൗകര്യവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ 1171 രൂപ കൊടുത്താൽ നോക്കൂ, നമ്മുടെ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് ഒരു ബസ്സിൽ കയറാം. അതിൽ നിന്നും റേറ്റ് കൂടുതലാണ് ഇതിന്. എനിക്ക് തോന്നുന്നു 1256 എന്തോ ആണ് ഇതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഫെയർ. പിന്നെ രാവിലെ 4 മണിക്കാണ് ഈ ബസ് ഈ കോഴിക്കോട് നിന്ന് പോകുന്നത്. 4 മണിക്ക് നമ്മളൊരു ബസ്സിൽ കയറാനാണെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യാനായിട്ട് നമ്മുടെ ട്രെയിനോ അല്ലെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ നേരത്തെ അവിടെ എത്തും. വേണ്ട, അരമണിക്കൂർ മുമ്പ് എത്തും. അവിടെ എത്തണമെങ്കിൽ നമുക്ക് 1 മണിക്കൂർ യാത്ര ഉണ്ടെങ്കിലോ ഒരു 2 മണിക്കോ എഴുന്നേക്കേണ്ടി വരും. അപ്പോൾ ബാംഗ്ലൂർക്ക് പോകേണ്ട ഒരാള് 1:30ക്കും 2 മണിക്കൊക്കെ എഴുന്നേറ്റ് ഈ പറയണ 100 ജോപ്പിനോ അഭിവാദ്യങ്ങളെന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് കട്ടൻ ചായയും കുടിച്ച് വിളിച്ചിരുന്ന ആളുകൾ അത് വെറും ക്യാപ്സ്യൂളായിട്ട് മാത്രം വെക്കാൻ വേണ്ടി ഉപയോഗിക്കൂ. അല്ലാതെ അവരൊന്നും ഒരിക്കലും ഈ ബസ്സിൽ ഒന്നും കയറാൻ പോകുന്നില്ല. നോക്കൂ, മെയ് 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്താണ് ഈ യാത്ര. 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത ഈ ബസ്സിൽ ആദ്യത്തെ ദിവസം തന്നെ ഡോറ് കംപ്ലൈന്റ്, ശുചിമുറി വരെ നശിപ്പിച്ചു. അവിടെ നമ്മള് സാധാരണ വാങ്ങിക്കുന്ന എന്ത് ചാത്തൻ ഐറ്റം വാങ്ങിച്ചാൽ പോലും അതെല്ലാം കഷ്ടി ഒരു 6 മാസമെങ്കിലും മിനിമം ഓടും. നമ്മളിപ്പോ ഒരു പുതിയൊരു ഫ്ലാറ്റ് എടുത്തു അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ കാണാൻ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നല്ല ഭയങ്കര ഭംഗിയുള്ള ഈ പറയുന്ന ബാത്റൂമിലുള്ള ആക്സറീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെ പോയാലും ഇപ്പൊ ഹരിറാം പറഞ്ഞ പോലെ 1 വർഷമൊക്കെ നിൽക്കും. പിന്നെ 1 വർഷം ചുരുങ്ങിയത്, അത് അങ്ങനെയല്ല, 10 വർഷത്തേക്കൊക്കെയാണ് സാധനം നിൽക്കുക. പക്ഷെ 1 വർഷം ചുരുങ്ങിയത് നിൽക്കും. 6 മാസമെങ്കിലും നമ്മൾ ചാത്തൻ വാങ്ങിച്ച സാധനങ്ങൾ നിൽക്കും. നമ്മൾ കുട്ടികൾക്ക് ബാഗ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ബ്രാൻഡഡ് ബാഗും അതുപോലെ തന്നെ ലോക്കൽ ബ്രാൻഡും ഒക്കെ പോകും. അത് സാധാരണ തുന്നക്കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ബാഗുകളും ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ 1 വർഷം എങ്ങനെ ഓടും? കുട്ടികൾ എങ്ങനെയായാലും ഇപ്പോൾ ബ്രാൻഡഡ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിലും ഒക്കെ ചെറിയ രീതിയിൽ സിബിനുള്ള ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ കൂടിയും അത് ഓടും അല്ലേ. പക്ഷേ ഇത് സിബിനുള്ള കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ രീതിയിൽ പോലും ഇതിന് പറയാൻ പറ്റില്ല. കാരണം ഇത് ഇത്രയും കോടികൾ ചിലവാക്കിയിട്ടുള്ളൊരു ബസ്. അതിനുശേഷം ഈ നവകേരള സദസ്സ് നടത്തിയപ്പോൾ ഇത്രയും ജില്ലകളിലൂടെ ഓടിച്ചെന്നു. ഇത് ഓടിക്കഴിഞ്ഞ ശേഷം വീണ്ടും അതിൻ്റെ റിവോൾവിംഗ് ചെയർ മാറ്റി വീണ്ടും അതിനുശേഷം അതിനകത്ത് യാത്രയ്ക്ക് വേണ്ട സജ്ജീകരണം നടത്താൻ വേണ്ടി കോടികൾ വീണ്ടും. അതായത് ഒരു ബസ് ഇറക്കി വാങ്ങി നമുക്ക് മനസ്സിലാക്കാം, അതിൽ യാത്ര നടത്തി മനസ്സിലാക്കാം. അതേ ബസ് വീണ്ടും അതേപോലെ തന്നെ ഇറക്കുകയല്ല ചെയ്യണേ, അതിന് വീണ്ടും കോടികൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സംഭവം ചെയ്യുന്നത്. അതായത് ഇതിന്റെ ബാക്കിൽ വേറെ എന്തോ കോക്കസ് ഉണ്ട് ഉറപ്പാണ്. കാരണം ഇത് കോക്കസിനേക്കാൾ ഉപരി ഇതൊരു കൈകഴുകലാണ്. ആദ്യം ഈ ബസ് ആദ്യം തന്നെ ഹീറോയായി. ഈ ബസ് ഒരു ദിവസം എൻ്റെ ഓർമ്മയിൽ എവിടെയാണെന്ന് അറിയില്ല, വടക്കുന്ന് വരുമ്പോഴാണ് ഇത് പോലീസുകാരെ കൂടിയിട്ട് തള്ളി മാറ്റുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, ചളിയിൽ പൂണ്ടിട്ട്. പിന്നെ ഇതിന്റെ ഗ്ലാസിന് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളൊരു വിവാദങ്ങൾ. അതെ, ഗ്ലാസിന് വീണ്ടും അത് വിവാദം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണുന്നില്ല. അത് മുഖ്യമന്ത്രിക്ക് നേരെ വണ്ണം അവിടെ ഇരിക്കുമ്പോൾ കാണുന്നില്ല. അത് അങ്ങനെയല്ലായിരുന്നു, സംഭവം തിരിച്ചായിരുന്നു. പുറത്തുനിന്നുള്ളവർക്ക് മുഖ്യമന്ത്രി നേരെ കാണണം അത്രേ. അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള വിസിബിലിറ്റി കൂട്ടണം, അദ്ദേഹത്തിന് ഇരിക്കുന്ന ഭാഗത്തേക്ക് മാത്രം സ്പെഷ്യൽ ഗ്ലാസ് വെക്കണം. ഈ ഒരു ആർഭാടകത്തിന്റെ ഒരു മുഖമായിട്ടും ഈ ഇപ്പോ ഒരു ഭരണവിരുദ്ധ വികാരം നിലവിൽ ഇലക്ഷന്റെ സമയത്തൊക്കെ നിലനിൽക്കുന്നുണ്ട്. അന്നെല്ലാം ആളുകളുടെ ഇടയിൽ ഇത്തരത്തോളം ദൂരത്തിന്റെ ആവശ്യമുണ്ടോ എന്നുമ്പോൾ ദൂരത്തിന്റെ ഒരു അശ്വമേധം തന്നെയാണ്. ഒരു അശ്വമേധം നടത്തുന്ന പോലെ ഈ കുതിര എന്ന് പറയുന്ന പോലെ ഒരു സാങ്കല്പിക കഥാപാത്രമായിട്ട് ആളുകളുടെ ഇടയിൽ ഈ ബസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇതിന്റെ അകത്തുനിന്ന് സർക്കാരിനൊന്ന് കൈകഴുകണം. ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിൽ ഉപയോഗിക്കാം. അതിനിടയ്ക്കൊരു മ്യൂസിയത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് ട്രോളിക്കൊന്ന് പണ്ടാറടക്കി. അതിനിടയ്ക്ക് ഇതിന്റെ അകത്തൊക്കെ ഒന്ന് കൈ കഴുകാൻ വേണ്ടിയിട്ട് നോക്കിയതായിരിക്കാം. എന്നാ പിന്നെ ഇരിക്കട്ടെ, നഷ്ടങ്ങളിൽ നിന്നും വീണ്ടും ഒരു നഷ്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാരണം 35,500 രൂപയുടെ അടുത്ത് ഏകദേശം ഡീസലിന് മാത്രം എക്സ്പെൻസ് വരുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 26 സീറ്റ് നിറച്ചു പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മാത്രമേ ഇത് എങ്ങനെയെങ്കിലും മുതലാവൂ.
കാരണം ഇത് വെറും ഡീസലിൻ്റെ എക്സ്പെൻസാണ്. ടയർ ആൻഡ് വെയർ വേറെ ഉണ്ട്. അത് ടയറിൻ്റെ ആണെങ്കിലും ബാക്കി ബസ്സിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും അവിടെ ചെന്ന് ശുചിമുറി ക്ലീൻ ചെയ്യണം. ഇതെല്ലാം കാരണം ഇതിൽ ശുചിമുറി ഉള്ള അതെല്ലാം ചെക്ക് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചെയ്ത് മാറ്റണമെങ്കിൽ തന്നെ വണ്ടി ടയർ ആൻഡ് വെയർ വേറെ എക്സ്പെൻസ് വരും. ഇതൊക്കെ കഴിഞ്ഞ് ഡീസലിൻ്റെ എക്സ്പെൻസും ഇതെല്ലാം ചെയ്ത് ലാഭത്തിൽ പോകണമെങ്കിൽ ആ ബസ് നിറച്ച ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കണം. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കാം. കാരണം മ്യൂസിയത്തിൽ കൊണ്ടുവച്ചാൽ ആൾ ഒന്ന് കാണുമെന്ന് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി സഞ്ചരിച്ച് ബസ്സിൽ കയറും എന്നാണ് വിചാരിച്ചത്. നോക്കൂ, ഇന്ന് സീറ്റുകൾ കാലിയാണ്. ബസ് ഇന്ന് കാലിയായിട്ട്, അത് 9 ദിവസം കഴിഞ്ഞിട്ട് ഇന്നലത്തെ റിപ്പോർട്ടിൽ ബസ് കാലിയായിട്ട്. അതെ, 5 തൊട്ടിട്ട് 10 ദിവസം കഴിഞ്ഞ് 15-ാം തീയതി ആകുമ്പോഴേക്കും 9ാമത്തെ ദിവസം പോകുന്ന ബസ് കാലിയായിരുന്നു. അപ്പോൾ കാലി അടിച്ച് പോകുന്ന ഒരു ബസ്സിലേക്ക് സ്ഥിതിവിശേഷത്തിൽ പോകുമ്പോൾ ഇനി വീണ്ടും ഇതിനെ സംരക്ഷിച്ച് അല്ലെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ എത്തണമെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ വീണ്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെറുതെ ഒന്ന് ബാംഗ്ലൂർ വരെയൊക്കെ പോയി തിരിച്ചു വരിക. അവരുടെ കയ്യിൽ കാശ് മുടക്കുക, അല്ലാതെ സഹകരണ ബാങ്കിലെ പൈസ എടുത്തിട്ടൊന്നുമല്ല, സ്വന്തം കയ്യിലെ കാശ് മുടക്കി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ലാഭത്തിൽ വരും. ഇത് കൈകഴുകൽ തന്നെയാണ് ശരിക്കും. ഇത് 9 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ അവസ്ഥയായി. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് അവസ്ഥ പരിതാപകരമായി വരും. അദ്ദേഹം പറഞ്ഞ് AK ബാലൻ കറക്റ്റായിട്ട് പറഞ്ഞ് പ്രവചിച്ചാണത്. ഇത് മ്യൂസിയത്തിലേക്ക് എങ്ങനെയാ, ഇത് എല്ലാ ട്രയൽസും നോക്കും. 26 സീറ്റ് വെച്ചുകൊണ്ടുള്ള ബസ്, ഒരു സ്കൂൾ ബസ് നോക്കി നോക്കും, അതിൽ പോലും നമുക്ക് 40 സീറ്റ് മിനിമം ഉണ്ടാവും. ചെറിയ ബസ്സാണെങ്കിൽ പോലും അതിനകത്ത് 32 സീറ്റുകളുണ്ട്. അതായത് 32 സീറ്റുകൾ, 26 സീറ്റുള്ള ബസ്സുകളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ സ്കൂൾ ബസ്സിന് പോലും അവർ ആ ഒരു മീഡിയം നമ്മളൊരു ബസ് നോക്കിക്കഴിഞ്ഞാൽ 36, 40, 50 സീറ്റുകളുള്ള ബസ്സുകളാണ്. കാരണം അവർക്ക് വരെ ബുദ്ധിയും ബോധമുണ്ട്, കുട്ടികളെ വെച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അതിന് ഇത്ര എക്സ്പെൻസ് വരുന്നുള്ളത്. ഇതുപോലും ഇല്ലാതെ 26 സീറ്റും വെച്ചുകൊണ്ട് ഒരു ശുചിമുറിയും വെച്ചുകൊണ്ട്, പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം, അതിൽ വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ, ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മളുടെ KSRTCയിൽ അടിയന്തരമായി കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ഒരു ലക്ഷറിയുടെ ഭാഗമല്ല. നോക്കൂ, ഇന്ന് അങ്ങനെ പറയാൻ പോലും പാടില്ലാത്തതാണ്, അംഗവൈകല്യമുള്ള ആളുകൾ എന്നുള്ളത് അവരിന്ന് സമൂഹത്തിൽ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. അവരും ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അവർ സ്വന്തം വണ്ടികളെടുത്തുകൊണ്ടാണ് പോകുന്നത്, യാത്ര ചെയ്യുന്നത്. അതിന് പകരം അവർക്ക് യാത്ര ചെയ്യാൻ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ലോ ഫ്ലോർ ബസ്സുകളിലേക്ക് അവർക്ക് കയറാൻ പറ്റുന്ന സംഭവങ്ങൾ വരണം. അത് ഇവിടെ ഒന്നല്ല, പുറത്തുണ്ട്. നമ്മുടെ ഈ സ്റ്റേറ്റ് വിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റായിട്ട് അവരുടെ ഈ പറഞ്ഞ വീൽ ചെയർ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളുണ്ട്, ബസ്സുകളുണ്ട്. ലോ ഫ്ലോർ ബസ്സിലേക്ക് അവർക്ക് ചുമ്മാ ഒന്നും ചെയ്യേണ്ട, സ്ലോപ്പ് അവിടെ ഡയറക്റ്റായിട്ട് സ്ലോപ്പ് കൂടെ കയറ്റി കൊണ്ടുപോകാം, വീൽ ചെയറിൽ കയറി പോവാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന പകരം ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലിഫ്റ്റിൽ അംഗവൈകല്യമുള്ള ഒരാൾ കയറുന്ന സീൻ കണ്ടു എനിക്ക് സങ്കടം വന്നു. അദ്ദേഹം അതിനുള്ളൊരു ഇതുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അദ്ദേഹത്തിന് വീൽ ചെയർ എന്നിട്ട് വേറൊരാൾ മടക്കി കൊടുത്ത് അദ്ദേഹം ആദ്യം അതിലിരിക്കുന്നു. അവിടെ ചെന്ന് അദ്ദേഹം ഇറങ്ങിക്കൊണ്ട് സീറ്റിലേക്ക് കയറുന്നു, വീൽ ചെയർ വേറൊരാൾ കയറ്റുന്നു. ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് അവർക്കും കൂടി അവർക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ, അവർക്കും കൂടി സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടേ. അതിന് ലിഫ്റ്റുള്ള ബസ് വെച്ചിട്ട് കാര്യമില്ല. ലിഫ്റ്റിൽ നിങ്ങൾ അദ്ദേഹത്തിന് മാത്രം കയറ്റിയിരുത്തിയിട്ട് അദ്ദേഹം കയറി പോയി പിന്നാലെ ഇത് ആര് കൊണ്ടുവരും? അദ്ദേഹത്തിന് വീൽ ചെയർ ആര് കയറ്റും? അദ്ദേഹത്തിന് വീൽ ചെയറോടുകൂടി മുകളിലേക്ക് കയറി അദ്ദേഹത്തിന് അവിടെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്ത് അദ്ദേഹത്തിന് വേണ്ട സ്ഥലത്ത് ചെന്ന് ഇറങ്ങി തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്ന് അതേപോലെ വീട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ചെയ്യണ്ടേ. അപ്പോൾ യാത്ര വീട്ടിൽ ചെയ്യുന്ന പോലെ യാത്ര ചെയ്യുന്ന അദ്ദേഹം ബാംഗ്ലൂർക്ക് യാത്ര ചെയ്യാൻ സൗകര്യം എടുക്കണം. അതാണ് KSRTCയിലെ ബസ്സുകളിൽ കൊണ്ടുവരേണ്ടത്. അതുപോലെ ലിഫ്റ്റുള്ള ബസ് കറങ്ങുന്ന ചെയർ എടുത്തു മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി വേറെ എന്തെങ്കിലും വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൗകര്യങ്ങൾ കൊണ്ടുവരണം, അത് വേണം. അത് ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള സൗകര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്, അതിന് വേണ്ടി ധൂർത്തല്ല. ഇതിൻ്റെ പേരിൽ കോടികൾ മുക്കിയിട്ടുണ്ട് എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. നിസ്സംശയം പറയാം, ഈ ബസ്സിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എത്രയോ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഉറപ്പായിട്ടും രാഷ്ട്രീയക്കാർ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഓക്കെ, AK ബാലൻ്റെ പ്രവചനം ഏതാണ്ട് സത്യമാവും എന്നാണ് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഒരു പ്രവചനം. നമുക്ക് അന്ധവിശ്വാസങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കമാണെന്ന് കേട്ടു, അതെ അതെ, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അന്ധവിശ്വാസങ്ങളാണ്. നമുക്ക് ഇതിൽ അന്ധവിശ്വാസമൊന്നുമില്ല. ഇതിൽ നിങ്ങൾ കഴിഞ്ഞ ഈ പറഞ്ഞ 2-3 കാലഘട്ടങ്ങളിൽ നോക്കിയാൽ മതി, അദ്ദേഹം എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ പ്രശ്നമായിട്ടുണ്ട്. നമുക്ക് ഇത് വിശദമായിട്ട് ഒരു ദിവസം പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യം പറയട്ടെ, ഈ ബസ്സിൽ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഈ ബസ്സിന് വേറൊന്നും സംഭവിക്കാനില്ല. ഈ ബസ്സിന്റെ യാത്രയും ദുരന്തത്തിലേക്ക് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. കാരണം അദ്ദേഹം യാത്ര ചെയ്ത സാധനങ്ങളെല്ലാം ദുരന്തത്തിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അതല്ല കേരളത്തിൻ്റെ ഗതി എങ്ങോട്ടാ? ഇപ്പോൾ കടത്തിൽ മുടിഞ്ഞു പോവല്ലേ, അതുപോലെ തന്നെ ഈ ബസ്സിൻ്റെ യാത്ര അങ്ങോട്ടാ, ഒരു സംശയം വേണ്ടായില്ല. നിസ്സംശയം പറയാം, ഈ ബസ് കടത്തിൽ മുങ്ങിയ അവസാനം ഞങ്ങൾ വീണ്ടും ഇതേ കൊണ്ടുപോയി വെക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മ്യൂസിയത്തിൽ കൊണ്ടുപോയി വയ്ക്കും. അവസാനം ഈ മിൽമയുടെയൊക്കെ ബൂത്തുകൾ പലയിടത്തും KSRTC പഴയ ബസ്സുകൾ നടത്തുന്നുണ്ട്. അതുപോലെ ആക്കാതിരുന്നാൽ മാത്രം പുണ്യം എന്ന് കരുതാം. ഓക്കെ, അന്ധവിശ്വാസങ്ങളിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.